നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു KFCയിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു പൊട്ടറ്റോ ചീസ് സ്റ്റിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും കുട്ടികളുടെ പ്രിയപ്പെട്ട വിഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് ചീസൊക്കെ ആകുമ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായാലും ഫ്രൈ ചെയ്തെടുക്കുമ്പം എണ്ണ നല്ല ചൂടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം വറുത്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരുപാട് എരിവൊന്നും ചേർക്കാണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ. നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു പൊട്ടറ്റോ ചീസ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 5 പൊട്ടറ്റയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തവി വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാം. അതൊന്നും അല്ലെങ്കിലും ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ, ഈ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും അധികം തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധമില്ല കേട്ടോ, ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നതാണ്, പക്ഷേ ഇത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നതാണ്. വേറൊന്നുമല്ല, വറ്റൽ മുളകാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം വറ്റൽ മുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മുളക് പൊടി ചേർത്താലും മതി. ഈ ഒരു എരിവ് എന്ന് പറഞ്ഞാൽ ഒരു നോർമലാണ്, അധികം എരിവൊന്നുമില്ല. കാരണം ഇത് കൂടുതൽ നമുക്ക് കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ അധികം എരിവ് ഇല്ലാതെയാണ് നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നാട്ടിലൊന്നും അധികം ഉപയോഗിക്കാത്ത ഒരു കാര്യമാണ്, ആംചൂർ പൗഡർ എന്ന് പറയും. ഉണക്കിയ മാങ്ങേൻ്റെ പൊടി, ആ പൊടിച്ചെടുത്താണ്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനൊരു പ്രത്യേക ഒരു പുളിയോട് കൂടിയ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതൊരു ഞാൻ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല കേട്ടോ, ഇത് ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് നോക്കിയാൽ മതി. എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്കറിയാലോ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ, 3 ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, വളരെ കുറച്ച് മതി. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ ഈ ചീസ് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ മോസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. നല്ല ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ചീസ് ഒരു ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കണം, ഉപ്പ്, മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുഴച്ചൊന്ന് ശരിയായി കഴിഞ്ഞതിന് ശേഷം ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുഴച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ ആണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി, എന്തപ്പം മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ആയാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ സ്റ്റിക്ക് പറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിതറി കൊടുത്തിട്ട് നമ്മളിനി പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊരു തിക്നെസ്സിലാണ്, ഇത് സ്റ്റിക്കാണ്. അപ്പോൾ ഒരു കുറച്ച് തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഈ ഒരു തരത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ഒന്നും കട്ട് ചെയ്തിട്ടൊന്നും മാറ്റുന്നില്ല കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, ഏത് വലുപ്പത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു അളവിൽ ഇത് ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 നേർ പകുതിയാക്കിയിട്ട് ഈ ഒരു തരത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ പരിപാടി എന്താ, ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് കണ്ടോ, ഇത് ചൂടായ എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടാൽ മതി. ഒരുപാടൊന്നും വെന്ത് വരണ്ട, കാരണം നമ്മൾ പൊട്ടറ്റോ വേവിച്ചതാണ്. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ പൊട്ടറ്റോ ചീസ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയോ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ട് അതിങ്ങനെ മുറിച്ച് കെച്ചപ്പിൽ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് സമയമൊന്നും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് അങ്ങ് പോയി പോകട്ടോ. അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെന്താ, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.